നമസ്കാരം. പാർട്ടി കോട്ടയായ കണ്ണൂരിൽ തന്നെ CPM-ന്റെ തകർച്ച തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. കണ്ണൂരിൽ പലയിടങ്ങളിലും പിണറായി വിജയനും MP ഗോവിന്ദനും ജില്ലാ സെക്രട്ടറി KK രാഗേഷിനുമെതിരെ ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളുമൊക്കെ ഉയർന്നു കഴിഞ്ഞു. ഇനി ഇത് ആവർത്തിക്കരുത്, അത് പാർട്ടിക്ക് മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അണികളോട് യാചിക്കേണ്ട അവസ്ഥ അവിടുത്തെ നേതാക്കൾക്കുണ്ടായി. പിണറായി വിജയനും KK രാഗേഷിനും MP ഗോവിന്ദനുമെതിരെ പോസ്റ്ററുകൾ ഉയരുമ്പോൾ മറുഭാഗത്ത് P ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്നുള്ള തരത്തിലുള്ള പോസ്റ്ററുകളും ബാനറുകളും ഫ്ലെക്സുകളും ഒക്കെ ഉയരുന്നുണ്ട്. ഇത് വല്ലാതെ പിണറായി വിജയനെയും MP ഗോവിന്ദനെയും ഒക്കെ അസ്വസ്ഥരാക്കുന്നുമുണ്ട്. മുമ്പ് PJ ആർമി എന്നുള്ള പേരിൽ ഒരു ഫേസ്ബുക്ക് പേജ് പ്രവർത്തിച്ചിരുന്നു. P ജയരാജന് അനുകൂലമായിട്ടുള്ള പോസ്റ്റുകളാണ് അതിൽ വന്നിരുന്നത്. P ജയരാജനെ വാഴ്ത്തിക്കൊണ്ടുള്ള പല ഫ്ലെക്സ് ബോർഡുകളും അവിടെ ഉയർന്നു. അതൊന്നും അംഗീകരിക്കാൻ പിണറായി വിജയൻ എന്ന ഏകാധിപതിക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് വ്യക്തി ആരാധന പാടില്ല എന്നുള്ള തരത്തിലുള്ള ഒരു തീട്ടൂരം അദ്ദേഹം അന്ന് ഇറക്കിയത്. അതിനുശേഷം പിണറായി വിജയനെ വാഴ്ത്തിക്കൊണ്ടുള്ള മെഗാ തിരുവാതിരയും വാഴ്ത്തുപാട്ടുകളും ഒക്കെ വന്നു. അത് മാധ്യമപ്രവർത്തകർ ഇതേക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, കുറേ കുറ്റപ്പെടുത്തൽ കേട്ടതല്ലേ, ഇനി കുറച്ച് പുകഴ്ത്തൽ ആസ്വദിക്കാമെന്നാണ് പിണറായി വിജയൻ അന്ന് ഉളുപ്പില്ലാതെ പറഞ്ഞത്. കണ്ണൂരിൽ വലിയൊരു പൊട്ടിത്തെറിയിലേക്കാണ് പാർട്ടി പോകുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ. 3 വിഷയങ്ങളാണ് അവിടെ പ്രധാനമായും ഉണ്ടായിരുന്നത്, പരിഹരിക്കപ്പെടാവുന്ന 3 വിഷയങ്ങൾ. അതിലൊന്ന്, രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദവുമായി ബന്ധപ്പെട്ട് TI മധുസൂദനൻ MLA-ക്കെതിരെ B കുഞ്ഞികൃഷ്ണൻ എന്ന ഒരു സാധാരണ പ്രവർത്തകൻ പാർട്ടി നേതൃത്വത്തിന് തെളിവുകൾ നൽകിയിട്ടും ആ തെളിവുകളൊന്നും പരിഗണിക്കാതെ കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും VI മധുസൂദനെ സംരക്ഷിച്ചുകൊണ്ട് അയാളെ അവിടെ തന്നെ മത്സരിപ്പിക്കുകയും ചെയ്തതാണ് പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ മത്സരിക്കാനും അദ്ദേഹം അവിടെ വിജയിക്കാനും കാരണം. ആ വിഷയം അവിടെ LDF-ന് പരിഹരിക്കാൻ കഴിയുന്നതായിരുന്നു. അവിടെ കുഞ്ഞികൃഷ്ണൻ്റെ വാദമുഖങ്ങൾ വിലക്കെടുത്തുകൊണ്ട് അദ്ദേഹം കൊടുത്ത തെളിവുകൾ, പകൽ പോലെ വ്യക്തമായ തെളിവുകൾ കണക്കിലെടുത്തുകൊണ്ട് VI മധുസൂദനെ അവിടെ നിന്ന് മാറ്റി നിർത്തുകയും അവർ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ കുഞ്ഞികൃഷ്ണൻ ഒരിക്കലും അവിടെ മത്സരിക്കുമായിരുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ മറ്റൊരു CPM നേതാവ് മത്സരിച്ച് ജയിക്കുകയും ചെയ്യുമായിരുന്നു. ഇനി തളിപ്പറമ്പിലേക്ക് വന്നാൽ TK ഗോവിന്ദൻ എന്ന 6 പതിറ്റാണ്ടോളം CPM-ന്റെ സഹയാത്രികനായിരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി മത്സരിച്ച് ജയിച്ചത് പാർട്ടി സെക്രട്ടറിയായ MP ഗോവിന്ദൻ്റെ ഭാര്യ PK ശ്യാമളയെ മത്സരിപ്പിച്ചത് കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം അതിൽ മാത്രമായിരുന്നു. അദ്ദേഹത്തിന് മത്സരിക്കണം എന്നുള്ള ഒരു ആവശ്യം ഒരിക്കലും TK ഗോവിന്ദൻ മുന്നോട്ട് വെച്ചിരുന്നില്ല. പക്ഷേ അതും അംഗീകരിക്കാതെ MP ഗോവിന്ദനെ പോലെയുള്ള നേതാക്കൾ പിടിവാശിയിൽ ഉറച്ചു നിന്നു. ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ പാർട്ടി കൺവെൻഷനുകളിൽ പോലും, തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ പോലും പങ്കെടുക്കാൻ അവിടുത്തെ പ്രവർത്തകർ തയ്യാറായിരുന്നില്ല PK ശ്യാമളയ്ക്ക് വേണ്ടി. ഒടുവിൽ TK ഗോവിന്ദനെ വർഗവഞ്ചകനായും PK ശ്യാമളയെ പാർട്ടിയുടെ പ്രതിനിധിയായും ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു നേതാക്കളുടെ ഒരു പ്രചരണത്തിലാണ് അണികളൊക്കെ കുറച്ചെങ്കിലും പ്രവർത്തിക്കാൻ ഇറങ്ങിയത്. ആ വിഷയവും അവിടെ ഒഴിവാക്കാമായിരുന്നു. പിന്നീടൊന്ന്, മട്ടന്നൂരിൽ നിന്ന് KK ശൈലജയെ മാറ്റി പേരാവൂരിലേക്ക് കൊണ്ടുപോയതാണ്. അവിടെ ശൈലജ തന്നെ ഇപ്പോൾ പുറത്തു പറഞ്ഞിരിക്കുന്നു, അവരെ തോൽപ്പിക്കാനായിട്ടാണ് അവിടെ കൊണ്ടുപോയതെന്ന്. KK ശൈലജ വളരെ ജനകീയ മുഖമാണ് CPM-ൽ. എന്നിട്ട് പോലും അവരെ മനഃപൂർവ്വം തോൽപ്പിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടിയാണ് അവരെ അങ്ങോട്ടേക്ക് പേരാവൂരിലേക്ക് മാറ്റിയത്. മട്ടന്നൂരിലായിരുന്നു അവരെ മത്സരിപ്പിച്ചിരുന്നതെങ്കിൽ തീർച്ചയായും KK ശൈലജ അവിടെ ജയിക്കുമായിരുന്നു. ഈ 3 വിഷയങ്ങളാണ് CPM-നെ കണ്ണൂരിൽ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലാക്കിയത്. ഒരുപക്ഷെ അവർക്കൊരു കണക്ക് കൂട്ടൽ ഉണ്ടായിരുന്നിരിക്കാം. 3ാം വട്ടവും പിണറായി സർക്കാർ അധികാരത്തിൽ വരും, അവിടെ KK ശൈലജയെ ജയിച്ചു കഴിഞ്ഞാൽ അവരെ ഒരുപക്ഷെ മന്ത്രിയാക്കേണ്ടി വരും. പക്ഷേ തളിപ്പറമ്പിൽ PK ശ്യാമളയാണ് ജയിക്കുന്നതെങ്കിൽ PK ശ്യാമളയെ മന്ത്രിയാക്കാം എന്നുള്ളൊരു കണക്ക് കൂട്ടലൊക്കെ MP ഗോവിന്ദനും ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഭാര്യയെ തളിപ്പറമ്പിൽ നിന്ന് മത്സരിപ്പിക്കണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചത്. എന്തായാലും കണ്ണൂരിലെ പാർട്ടിയിൽ വളരെ വലിയ രീതിയിലുള്ള വിഭാഗീയത ഉയർന്നു വരുന്നുണ്ട്. പിണറായി വിജയനും PK ശ്യാമളയ്ക്കും MP ഗോവിന്ദനും അടക്കമുള്ള നേതാക്കൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. P ജയരാജനും EP ജയരാജനും അടക്കമുള്ള നേതാക്കൾ മുമ്പ് തന്നെ പാർട്ടിയിൽ നിന്ന് കുറച്ചൊക്കെ വിട്ടുനിന്നതാണ്. കാരണം പിണറായി വിജയന്റെയും MP ഗോവിന്ദന്റെയും ഒക്കെ ഈ നിലപാടിൽ P ജയരാജനും MP ജയരാജനും ഒക്കെ വളരെയധികം എതിർപ്പുണ്ടായിരുന്നു. MP ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കിയതിനു ശേഷമാണ് EP ജയരാജൻ പാർട്ടിയിൽ നിന്ന് അകന്നുപോയത്. എന്തായാലും ഒരു ഭാഗത്ത് പിണറായി വിജയനും MP ഗോവിന്ദനും ഒക്കെ ഒറ്റപ്പെടുമ്പോൾ മറുഭാഗത്ത് P ജയരാജനും EP ജയരാജനും അടക്കമുള്ള നേതാക്കളൊക്കെ ശക്തി പ്രാപിച്ചു വരുന്നു എന്നുള്ളതാണ് കണ്ണൂരിൽ നിന്ന് കിട്ടുന്ന സൂചനകൾ.